നമസ്കാരം, ഞാൻ ഡോക്ടർ വിദ്യാ വിമൽ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അലർജി ആസ്മയുള്ളപ്പോൾ വീട്ടിൽ പെറ്റ്സിനെ വളർത്താമോ? പലപ്പോഴും പേരൻസ് ചോദിക്കുന്ന സംശയമാണ്, കുഞ്ഞിന് ചുമ കൂടുന്നത് ഈ ഇടയ്ക്ക് വാങ്ങിച്ച പെറ്റ്സിൻ്റെ കോണ്ടാക്റ്റ് കാരണമാണോ? അപ്പോൾ ഈ പെറ്റ്സുമായിട്ടുള്ള എക്സ്പോഷർ കുട്ടിക്ക് നല്ലതാണോ? അത് ഒഴിവാക്കേണ്ട കാര്യമുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ പെറ്റ്സിനെ വാങ്ങിക്കുമ്പോൾ അതിനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വീട്ടിലുണ്ടാകാറുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും മാനസികമായ വളർച്ചയ്ക്കും പെറ്റ്സുമായിട്ടുള്ള കോണ്ടാക്റ്റ് നല്ലത് തന്നെയാണ്. പക്ഷെ അലർജി ആസ്മയുള്ള കുട്ടികളുടെ കാര്യത്തിലാണ് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ചും പട്ടി, പൂച്ച അങ്ങനെയുള്ള വളർത്തുമൃഗങ്ങൾക്ക് പൂട കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്കും, പൂടയുമായിട്ടുള്ള എക്സ്പോഷർ വരുമ്പോൾ കുഞ്ഞിന് അത് ഉള്ള അസുഖം കൂട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മുതിർന്ന കുട്ടികൾക്ക് ഇത് സംഭവിക്കാറ്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1.5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നേരത്തെ തന്നെയുള്ള എക്സ്പോഷർ നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള അലർജി സിംറ്റംസ് ഉള്ള കുട്ടികൾ പെറ്റ്സുമായിട്ട് കളിച്ചു വളരുകയാണ് വളരെ നേരത്തെ, ചെറിയ പ്രായത്തിലേ എങ്കിൽ അത് കുട്ടിക്ക് നല്ലതാണ്. പക്ഷെ കുറച്ച് മുതിർന്ന ശേഷം കുട്ടിക്ക് ആ ഒരു എക്സ്പോഷർ വരുമ്പോൾ അതിൻ്റെ പൂടയിലുള്ള അലർജൻസ് കുഞ്ഞിന് സിംറ്റംസ് കൂട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് തീർത്തും പെറ്റ്സിനെ വാങ്ങിക്കാതിരിക്കേണ്ട ഒരു സാഹചര്യം വേണ്ട. പക്ഷെ അതിന് പകരം നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാം ചെയ്യേണ്ട, കുഞ്ഞുമായിട്ട് അധികം കോണ്ടാക്റ്റ് കളിപ്പിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക. 2, വീട്ടിൻ്റെ അകത്തുള്ള മുറികളിൽ, കിടപ്പ് മുറി അല്ലെങ്കിൽ ലിവിങ് ഏരിയയിലൊക്കെ പെറ്റ്സ് കയറി കിടക്കാൻ അനുവദിക്കാതിരിക്കുക. അതുപോലെ പട്ടിയാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുളിപ്പിക്കുക. ഈ പൂടയുടെ എക്സ്പോഷറാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. വീട് വാക്യൂം ക്ലീനിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം തൂക്കുമ്പോൾ നമുക്ക് തൂത്താലും ആ ഒരു പൂട പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ വാക്യൂം ക്ലീനിങ് ചെയ്യുമ്പം പ്രത്യേകിച്ച് നല്ലതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ അധികം കാർപ്പറ്റ്സ് ഇടുന്നത് ഇത് സ്റ്റിക്ക് ചെയ്ത് കാർപ്പറ്റിൽ കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാർപ്പറ്റ്സ് ഒഴിവാക്കിയിട്ട് വീട്ടിൽ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവർ വിഷമിപ്പിക്കുകയും വേണ്ട, പക്ഷെ നമുക്ക് പെറ്റ്സിനെ വളർത്തുകയും ചെയ്യാം. പക്ഷേ ചെറിയ കുട്ടികളാണെങ്കിൽ, വളരെ നേരത്തെ പ്രായത്തിൽ കുട്ടികളുമായിട്ടുള്ള കോണ്ടാക്റ്റ് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ്. കാരണം നേരത്തെ ആ അലർജിനുമായിട്ടുള്ള എക്സ്പോഷർ കിട്ടി അവർക്ക് അതുമായിട്ടുള്ള സെൻസിറ്റൈസേഷൻ അങ്ങനെ വളരെ മെച്ചുറായി വരുമ്പോഴത്തേക്കും അത്ര കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല.